സ്വർണം കറ്റതാരിപ്പ അമ്മേനെ ഇങ്ങനെ പറയിപ്പിക്കേണ്ട കാര്യമില്ല. അമ്മമാരെ പറയിപ്പിക്കുന്ന മകനാണ് രാഹുൽ ഗാന്ധിയെന്നും അമ്മമാരെ ഇങ്ങനെ പറയിപ്പിക്കാൻ പാടുണ്ടോയെന്നും തമ്മിൽ തല്ലി നാടുമുടിക്കുന്ന കുലംകുത്തി മുന്നണിയാണ് UDF മുന്നണിയെന്നും ഒരു പക്ഷത്ത് 5 പേർ മുഖ്യമന്ത്രിയാകാൻ മത്സരിക്കുമ്പോൾ മറുപക്ഷത്ത് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയെ ക്രാഷ് ലാൻഡ് ചെയ്യിച്ച് മുഖ്യമന്ത്രിയാക്കാനുള്ള ശ്രമത്തിലാണെന്നും AN ഷംസീർ പറഞ്ഞു. രാഹുൽ ജി ഇപ്പം എന്താ പറയുന്നത്? അദ്ദേഹത്തിന് ഇംഗ്ലീഷിൽ എഴുതി കൊടുക്കും, മലയാളം വായിക്കാൻ അറിയില്ലല്ലോ. അപ്പം അതുകൊണ്ട് AC വേണുഗോപാൽ ഇംഗ്ലീഷിൽ എഴുതി കൊടുത്തു. എന്താ? സ്വർണം കറ്റതാരിപ്പ. അത് ഇംഗ്ലീഷിൽ മലയാളീകരിച്ച് വായിക്കുമ്പോൾ മലയാളം ഇംഗ്ലീഷിൽ എഴുതി വായിക്കുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ ചെറിയ ബാലസംഘക്കാരൻ മുതൽ പാർട്ടിയുടെ ബന്ധുക്കളും എണീറ്റ് കിടക്കാൻ കാത്ത ആൾക്കാരും എല്ലാം ഫേസ്ബുക്കിലിട്ടു. സോണിയക്ക് അമ്മേനെ ഇങ്ങനെ പറയിപ്പിക്കേണ്ട കാര്യമില്ല. അമ്മമാരെ പറയിക്കുന്ന മക്കളായി ഇപ്പോഴും മാറാൻ പാടുണ്ടോ? രാഹുൽ ഗാന്ധി എന്ന ദേശീയ നേതാവിൽ നിന്നും നിലവാരം നാം പ്രതീക്ഷിക്കുന്നു. ആ നിലവാരം രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിന് കിട്ടിയോ? രാഹുൽ ഗാന്ധി, നിങ്ങൾ കളവ് പറയാൻ പാടില്ല. നിങ്ങൾ ഇന്ന് ജനം പ്രതീക്ഷിക്കുന്ന നിലവാരമാണ്. ആ നിലവാരം നിർഭാഗ്യവശാൽ രാഹുൽ ഗാന്ധി ഉണ്ടാവുന്നില്ല. അദ്ദേഹത്തിന് ഇല്ലാത്തതുകൊണ്ടല്ല, ഈ KC വേണുഗോപാൽ ചെവി കടിക്കുന്നുണ്ടാ. നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ KC വേണുഗോപാലിന്റെ ചെവികടി നിങ്ങൾ മോചിതനാവണം. അല്ലെങ്കിൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഒരു കാലത്തും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. നിങ്ങൾ രക്ഷപ്പെടില്ല. അല്ലെങ്കിൽ ഇവിടെ ഇപ്പം നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പാണ്. നമ്മൾ 10 വർഷമായി ഭരിക്കുന്നത്. നമുക്കെതിരെ പറയാൻ എന്തെങ്കിലും ഒന്നുമില്ല. ഇപ്പം എന്താ പറയുന്നത്? എന്നാൽ ഇവർ മാറണം. കുറേ ആയില്ലേ ഇവർ മാറണം. ഭരണവിരുദ്ധതയുണ്ടോ? ഇല്ല. ആന്റി ഇൻകംബൻസി ഇല്ല. ഒന്നും പറയാൻ ഭരണവിരുദ്ധ വികാരമില്ല. ഈ ഭരണത്തിന്റെ നേട്ടമെത്താത്ത വീടുകളുണ്ടോ? ഏതെങ്കിലും വീടുണ്ടോ? പവർ കട്ടില്ലാത്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയില്ലേ? പവർ കട്ടില്ലാത്തത് ഈ നാട്ടിലെ എല്ലാ വീട്ടിലും നേട്ടമെത്തിയതിന്റെ ഭാഗ. പിന്നെന്താ? അപ്പോഴാണ് ഒരു ഗ്രൂപ്പ് ഇറങ്ങുന്നത്, എന്നാൽ ഇവർ മാറണം. എന്നിട്ട് ആരെയാ കൊണ്ടുവരണ്ട? കോൺഗ്രസിനെ. ഇപ്പൊ എത്രയാ മുഖ്യമന്ത്രി? ചെന്നിത്തല 1, സതീശൻ 2, മുരളീധരൻ 3, സുധാകരൻ 4. ഓൾറെഡി 4 ആൾ മത്സരത്തിലുണ്ട്. ഇതിന് പുറമെ ക്രാഷ് ലാൻഡിങ്ങിന് വേണ്ടി സുധാകരൻ നിൽക്കുന്നത്, KC വേണുഗോപാൽ നിൽക്കുന്നത് 5 ആൾ. ഈ 5 ആൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പ്രസംഗിച്ചു, കേരളത്തിനൊരു വനിതാ മുഖ്യമന്ത്രി വേണം. അപ്പൊ ആരോ ചോദിച്ചു, ആരായിരിക്കണം? ഓർക്ക് മലയാളം അറിയാൻ പാടില്ല. വീണ്ടും ചോദിച്ചു, ആരാണത്? അവരിടക്കിടക്ക് വന്നാൽ മതി. വീണ്ടും ചോദിച്ചു, നിങ്ങൾ പേര് പറ. അപ്പൊ പറഞ്ഞു, അതെന്റെ പെങ്ങൾ തന്നെയാണ്. 5 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ഒരു ഭാഗത്ത്, 6ാമത്തത് പ്രിയങ്ക ഗാന്ധിയെ ക്രാഷ് ലാൻഡ് ചെയ്യിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി ഒരു ഭാഗത്ത്. ഈ മുന്നണിയാണോ കേരളം ഭരിക്കേണ്ടത്? തമ്മിൽ തല്ലി നാട് മുടിക്കുന്ന കുലംകുത്തികളുടെ മുന്നണി അതല്ല UDF മുന്നണി. ആ UDF ആണ്. ഒരു മന്ത്രി സ്ഥാനത്തേക്ക് 14 ആൾ ഇപ്പൊ ഉണ്ട് കേട്ടാ. 14 ആള്, 10 വീതം ആളുകൾ ഇപ്പൊ തന്നെ ഉണ്ട് മന്ത്രിയാവാൻ. അവരെയാണോ നിങ്ങൾ ഈ നാടേൽപ്പിക്കേണ്ടത്? ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.